പച്ചരിയും നേന്ത്രപ്പഴം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. ഇത് കലത്തപ്പമൊന്നുമല്ല കേട്ടോ. ഇനി എല്ലാവരും കലത്തപ്പമാണല്ലോ എന്ന് പറഞ്ഞിട്ട് വരണ്ട, അത് കലത്തപ്പമല്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. പെട്ടെന്നൊക്കെ ഒരു മധുരം തിന്നണം തോന്നുകയാണെങ്കിൽ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഉണ്ടെങ്കിൽ അല്ലേ, ഇപ്പോൾ നമുക്ക് പത്തിരിപ്പൊടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ എന്ത് കടിയാണ് ഉണ്ടാക്കുക അതൊക്കെ ആലോചിച്ച് നിൽക്കുന്നവർക്ക് പെട്ടെന്നൊരു മധുരം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കല്ലില്ലാത്ത പൊടിച്ച ആ പാക്കറ്റ് ശർക്കരയാണ് കേട്ടോ, അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നേന്ത്രപ്പഴം, നല്ല പഴുത്ത പഴമായാലും അധികം പഴുക്കാത്ത പഴമായാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പഴുത്ത പഴം എടുക്കുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ആ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് ജീരകം ചേർത്താലും മതി കേട്ടോ. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ചെറിയ ജീരകം ഒന്ന് പൊടിച്ച് ചേർത്താലും മതി. ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം, ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്, അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ്സോളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ലൂസിലങ്ങോട്ട് ആക്കിയെടുക്കണ്ട. വേറൊരു കാര്യം വിട്ടുപോയിട്ടോ പറയാനായിട്ട്, നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്, വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ നുള്ള അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരം ഇട്ട് കൊടുത്താലാണ് ഈ ഒരു അപ്പം നല്ല ആരെടുത്ത പോലെ ആരുപോലെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കില്ലേ. എന്നിട്ട് ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഓയിൽ ഇത്തിരി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ 1.5 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിവിടെ റെഡിയായി കിട്ടുന്നതാണ്. ഒരുപാട് ലൂസിൽ നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് അധികം ടൈം പിടിക്കും. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസിൽ അരച്ചെടുക്കരുത്. അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേ ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ആദ്യം ചുട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനിതാ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നൊക്കെ ഒരു മധുരം ഉണ്ടാക്കി കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കി തിന്നണം ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പച്ചരി ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ പച്ചരി നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടതിനാൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു അണ്ടിപ്പരിപ്പൊക്കെ കടിക്കുന്ന സമയത്ത് കണ്ടില്ലേ, നല്ല ആരെടുത്ത പോലെ തന്നെ ഈ ഒരു അപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചെയ്യാം കേട്ടോ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.